ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മോമിനീങ്ങൾ, മോമിനാത്തുകൾ, ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബഹുവന്ദരായ സയ്യിദ് ഉസാമ അൽ ബുഖാരി അവരുടെ നേതൃത്വത്തിലുള്ള ഈ മഹത്തായ സ്ഥാപനം കേരളം കണ്ട വലിയ ത്യാഗിവര്യനും പണ്ഡിതനും ഇമാമും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ വലിയ പ്രമുഖനും ഇസ്ലാമിക ശരീഅത്തിൻ്റെ പൂർണ്ണമായ പ്രചാരകരും അതിനെതിരായി വരുന്ന എല്ലാ വ്യാജവാദികളെയും ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ പുറമെ ഈ രാഷ്ട്രത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, അതിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരികയുമൊക്കെ ചെയ്ത മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിലുള്ളൊരു സ്ഥാപനത്തിൻ്റെ 10ാം വാർഷിക പരിപാടി നടക്കുകയാണ്. അൽഹംദുലില്ലാ 3 ദിവസമായി നടക്കുന്ന ഈ സ്ഥാപനത്തിന്, ഈ പരിപാടിയുടെ സമാപനം നാളെ നടക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമയും ബദറു സാദാത്ത് തങ്ങളവറുകളും താജ് ശരിയ മഞ്ഞപ്പറ്റ ഉസ്താദ് അവറുകളും എല്ലാവരും പങ്കെടുക്കുന്ന മഹത്തായ പരിപാടി നാളെ നടക്കാനുണ്ട്. ചെറിയ സമയം ഈ ഒരു പരിപാടിയുടെയും സദസ്സിൻ്റെയും ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബഹുമാനം അറിവ് കൊണ്ടാണ്. മനുഷ്യനെ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ബഹുമാനം അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയത് അറിവാണ്. അറിവുള്ളവരെ ആദരിക്കണം, അറിവുള്ളവരെ ബഹുമാനിക്കണം, അംഗീകരിക്കണം എന്നത് പഠിപ്പിക്കുന്ന വിധത്തിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അറിവ് പ്രകടമാക്കി കാണിച്ചു കൊടുത്തതിന് ശേഷം മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിച്ച് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, ഒരു മലക്കും അതിന് എതിരഭിപ്രായം പറയാതെ അതിനെ അംഗീകരിച്ചു. കാരണം മലക്കുകൾ മഅസൂമീങ്ങളാണ്.
മാസൂമ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റുകൾ സംഭവിക്കാത്തവരാണ്. ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹു കൽപ്പിക്കുന്നതിന് വിരുദ്ധമായി അവരൊന്നും ചെയ്യുകയില്ല. അല്ലാഹു കൽപ്പിച്ചതെല്ലാം അവർ ചെയ്യുകയും ഉണ്ടാകും. അമ്പിയാക്കളും മഅസൂമീങ്ങളാണ്. ഒരു നബിയിൽ നിന്നും യാതൊരു തെറ്റും സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടില്ല. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞുവല്ലോ, ഒരു പിഴവും അവിടുത്തേക്ക് സംഭവിച്ചിട്ടില്ല. അമ്പിയാക്കളെല്ലാം മഅസൂമുകളാണ്, മലക്കുകളെക്കാൾ ബഹുമാനമുള്ളവരും ആണ്. മലക്കുകളെക്കാൾ അല്ലാഹു തആല ആദരിച്ചവരാണ് അമ്പിയാക്കൾ. മലക്കുകളുടെ പ്രകൃതി തന്നെ തെറ്റുകൾ ചെയ്യാൻ അവസരമില്ലാത്ത വിധത്തിലുള്ള പ്രകൃതിയാണ്. മനുഷ്യപ്രകൃതി അങ്ങനെയല്ലല്ലോ. മനുഷ്യർ അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുള്ള പ്രകൃതിയാണല്ലോ. പക്ഷേ അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തി അവരിൽ തെറ്റ് സംഭവിക്കാത്ത വിധം അല്ലാഹുവിൻ്റെ സംരക്ഷണം നൽകി. അമ്പിയാക്കൾ മഅസൂമുകളാണ്. അവരിലും തെറ്റ് സംഭവിക്കുകയില്ല. മറ്റൊരു വിഭാഗം ഉണ്ട്, അവർ മഅസൂമുകൾ അല്ല, മനുഷ്യരാണ്. അവരാണ് മഹ്ഫൂദുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മഅസൂമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയില്ല. ഉദാഹരണത്തിന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികളായ ഷിയാക്കൾ അഹ്ലു ബൈത്ത് നബി കുടുംബം പൊതുവെ എല്ലാവരും മഅസൂമുകളാണ് എന്ന് പറയാറുണ്ട്. അതിനെ സുന്നത്ത് ജമാഅത്ത് അംഗീകരിച്ചിട്ടില്ല. അതേസമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളായ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരുണ്ട്, അഹ്ലു ബൈത്തിൽ പെടാത്ത മഹാന്മാരും ഉണ്ട്. ഉദാഹരണത്തിന് ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് ഇബ്നുൽ ഹനഫി റളിയല്ലാഹു അൻഹുവും അങ്ങനെ ഒരുപാട് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ മഹത്തുക്കൾ ഉണ്ട്. സഹാബികളായ അഹ്ലു ബൈത്തിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ മഅസൂമുകൾ എന്ന് അവർക്ക് അഡ്രസ്സ് പറയില്ലെങ്കിലും അവരെല്ലാം മഹ്ഫൂദുകൾ ആണ്. അവർ തെറ്റുകൾ സംഭവിക്കുന്നതിൽ നിന്ന് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്ന മഹാന്മാരാണ്. സഹാബികൾ അവർ മഹ്ഫൂദുകളാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവാഇഖുൽ മുഹ്രിഖ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ സഹാബികളുടെ മഹത്വം പറയുന്ന സ്ഥലത്ത് അവർ മഹ്ഫൂദുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മഅസൂം എന്ന അഡ്രസ്സ് പറയില്ലെങ്കിലും
അവർ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകമായ കാവൽ തെറ്റ് സംഭവിക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിവരിക്കുന്ന ഉംദത്തുൽ മുരീദ് എന്ന ഇമാം ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ശറഹുണ്ട്. സ്വന്തം കിതാബായ ജൗഹറത്തുൽ തൗഹീദ് എന്ന കിതാബിന്, ജൗഹറത്തുൽ തൗഹീദ് എന്ന കിതാബും ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ നഫായിസുദ് ദുററും അതുപോലെ ഇമാം സൈനുദ്ദീൻ അൽ ബഅ്ബരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അദ്കിയ, ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുത്ബുസ് സമാൻ അസ്സയ്യിദ് അലവിൽ മംറുമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെയും അനുസ്മരിക്കുന്ന ഒരു വേദിയാണല്ലോ നമ്മുടെ നഫായിസുദ് ദുറരി കിതാബുൽ അദ്കിയ ജൗഹറത്തുൽ തൗഹീദ് റിസ്ഖുൽ അസ്ഫിയാ എന്ന് മഹാനവറുകൾ ചൊല്ലിയിട്ടുണ്ട്. ഹൃദയം തെളിഞ്ഞ മഹാന്മാരുടെ ഭക്ഷണമാണ് ആ 3 കിതാബുകൾ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുൾക്കൊള്ളുന്ന, അവർ സ്വീകരിച്ച ആശയമാണ് ആ 3 കിതാബുകളിലും ഉള്ളത് എന്നർത്ഥം. ആ ജൗഹറത്തുൽ തൗഹീദിന് ധാരാളം ഇമാമിങ്ങൾ ശറഹ് എഴുതിയിട്ടുണ്ട്. അതിലൊരു ശറഹാണ് സ്വന്തം ആ കിതാബ് രചിച്ച, അത് ബൈത്താണ് ആദ്യം മുതൽ അവസാനം വരെ. വഹദിഹി ഉർജൂസത്തുൻ ലഖബ്തുഹാ ജൗഹറത്തുൽ തൗഹീദ് ഖദ് ഹദ്ദബ്തുഹാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കിതാബ്, അതിൻ്റെ ശറഹാണ്, മഹാനവറുകൾ തന്നെ എഴുതിയ ശറഹാണ് ഉംദത്തുൽ മുരീദ്. അതിൽ ബഹുമാനപ്പെട്ടവർ മഹാന്മാരായ സഹാബികൾക്കിടയിലുണ്ടായ ചില സംഭവങ്ങൾ, അത് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പലതും എഴുതി കാണും. അതിൽ ഏകദേശവും പൊള്ളയാണ്, കളവാണ്, മൗദൂആണ്, സ്വീകരിക്കാൻ പറ്റാത്തതാണ്. സഹീഹായ സനദ് മുത്തസിലായ ഹദീസിലൂടെ മാത്രം റിപ്പോർട്ട് കിട്ടിയതേ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തന്നെ പാടുള്ളൂ, നമ്മൾ തിരിഞ്ഞു നോക്കാൻ തന്നെ പാടുള്ളൂ, അല്ലാത്തത് തിരിഞ്ഞു നോക്കേണ്ടത് തന്നെ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ സനദ് മുത്തസിലായ അഥവാ പരമ്പര മുറിയാതെ ശരിയായ സഹീഹായ പരമ്പരയിൽ വന്ന റിപ്പോർട്ടുകളിൽ തന്നെ ചിലപ്പോൾ അതെന്നെ അങ്ങനെ സംഭവിക്കാൻ എന്ന് നമുക്ക് തോന്നിപ്പോകാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയായ നിലയ്ക്ക് വ്യാഖ്യാനിക്കണം എന്ന് രേഖപ്പെടുത്തുകയും പലതിൻ്റെയും വ്യാഖ്യാനം മഹാനവറുകൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളും ഇബ്രാഹിമുൽ ലഖാനി തങ്ങളും, ഇബ്രാഹിമുൽ ലഖാനി മാലിക്കി മദ്ഹബുകാരനാണ്, ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ശാഫിഈ മദ്ഹബിലെ ശൈഖുൽ ഇസ്ലാം ഖാതിമത്തുൽ മുഹഖഖീൻ, ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ രചയിതാവാണ്. മഹാനവറുകളും എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹാബികളിൽ ഏറ്റവും പ്രമുഖന്മാരിൽപ്പെട്ട സഹാബിയും കൂടിയാണ്, അകാബിർ സഹാബത്തിൽപ്പെട്ട ആളാണ്. അവര് എല്ലാം മഹ്ഫൂദുകളാണ്, അവരിൽ തെറ്റ് സംഭവിക്കാത്ത വിധം അല്ലാഹു തആല സംരക്ഷണം കൊടുക്കുന്ന മഹാന്മാരാണ് എന്ന് ഇമാമിങ്ങളെല്ലാവരും എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുണ്ടായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ
അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമോ അല്ലെങ്കിൽ ജായിസോ ആയ കാര്യം മാത്രമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്, അവർ തെറ്റ് ചെയ്തവരാണ് എന്ന് ഒരു വിഷയത്തെ സംബന്ധിച്ചും ചിന്തിക്കാനോ തീരുമാനിക്കാനോ അങ്ങനെ സംശയിക്കാനോ പാടില്ല എന്നുകൂടി ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മഹ്ഫൂദുകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മഹത്തുക്കളിൽ ഉണ്ട്. വലിയ വലിയ ഖുതുബുകളായ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഹസനുൽ ബസ്രി തങ്ങളെ പോലെയുള്ള വലിയ വലിയ ഖുതുബുകൾ ഉണ്ട്. അവരെല്ലാം മഹ്ഫൂദുകളാണ്. അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത വിധം അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നു. അതാണ് മഹ്ഫൂദുകൾ. അവരിൽ തെറ്റുകൾ സംഭവിക്കുന്നില്ല. സഹാബികൾ മുഴുവനും മഹ്ഫൂദുകളാണ്. ഏതെങ്കിലും സഹാബിയുടെ ജീവിതത്തിൽ വല്ല തെറ്റും വല്ല ദുർബല നിമിഷത്തിലും സംഭവിച്ചു പോയെങ്കിൽ മാഇസ് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചതുപോലെ അവരങ്ങേയറ്റം തൗബ ചെയ്ത് വലിയ സ്ഥാനം അള്ളാഹുവിനോട് ആ തൗബയിലൂടെ സമ്പാദിച്ചവരാണ്. അത് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആരോ ഒരാൾ ഒരു ചെറിയ ഒരു മോശമായ വാചകം പറഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞല്ലോ, ലഖദ് താബ തൗബതൻ ലൗ താബഹാ സാഹിബു മക്സിൻ ലഗുഫിറാ. വലിയ തെറ്റ് ചെയ്താൽ പോലും പൊറുക്കപ്പെടുന്ന വിധത്തിലുള്ള വലിയ തൗബയാണ് മാഇസ് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞതായി കാണാം. അപ്പോൾ അമ്പിയാക്കൾ മഅസൂമീങ്ങള ആ നബിമാരിൽ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച നബിയാണ് നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യലോകത്ത് ആത്മീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതാണ് മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ലോകം മുഴുക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്, നബിതങ്ങളുടെ ഒളിവ്, അവിടുത്തെ ആത്മാവ് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ഒരാശയമാണ്. ഇരിക്കട്ടെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മളെ സൃഷ്ടിച്ചതുപോലെയല്ല ആദം നബിയെ സൃഷ്ടിച്ചത്. നമ്മളെ സൃഷ്ടിച്ചത് നമുക്കറിയാം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ആയത്തുകളിലൂടെ നമ്മളെയൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ആദ്യം ഇന്ദ്രിയതുള്ളിയായും പിന്നീട് ഒരു രക്തകഷ്ണമായും മാംസകഷ്ണമായും വ്യത്യസ്തമായ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തി മനുഷ്യനെ ഇന്ന് ഞാൻ കാണുന്ന വിധത്തിലല്ല എന്നെ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ഞാനുള്ളത്. ഞാനിങ്ങനെ ഘട്ടം ഘട്ടമായി എൻ്റെ സൃഷ്ടിപ്പ് നടന്നു. അങ്ങനെ ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരാഴ്ച മുമ്പ് വെളുത്തിട്ടില്ലാത്ത രോമം ഇപ്പോൾ വെളുക്കുന്നുണ്ട്, ഇന്ന് വെളുത്തിട്ടുണ്ട്. ഇന്ന് വെളുക്കാത്ത രോമം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ വെളുക്കുന്നുണ്ട്. അതുപോലെ കുട്ടിക്കാലത്ത് പ്രസവിക്കപ്പെടുമ്പോൾ വായിലില്ലാത്ത പല്ല് കുറച്ച് ദിവസം കഴിയുമ്പോൾ പല്ല് വരുന്നുണ്ട്. ഇങ്ങനെ മാറ്റി മാറ്റിയാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ആദം നബിയെ അല്ലാഹു തആല സൃഷ്ടിച്ചു, അലാ സൂറത്തിഹി, ആദം നബിയുടെ രൂപത്തിൽ തന്നെ സൃഷ്ടിച്ചു. തൂലുഹു 60 ദിറാഅൻ, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ 60 മുഴം നീളമാണ്. നമ്മൾ പടക്കപ്പെടുമ്പോൾ 6 മുഴവും ഇല്ല, 1 മുഴവും ഇല്ല. നമ്മൾ വെറും ബീജവും അണ്ടവുമായി സങ്കലനം നടത്തി. അങ്ങനെയാണ് ആരംഭം. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ആരംഭം അങ്ങനെയല്ല. സൃഷ്ടിക്കുമ്പോൾ തന്നെ 60 മുഴം നീളത്തിലുള്ള ഒരു മനുഷ്യനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ തൂലുഹു 60 ദിറാഅൻ, ആദം നബിയുടെ രൂപത്തിൽ സൃഷ്ടിച്ചു, 60 മുഴം നീളമായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഇപ്പൊ ചില പുത്തൻവാദികൾ എടുത്ത് ഉദ്ധരിച്ച് ഖലഖല്ലാഹു ആദമ, ആദം നബി അല്ലാഹു തആല പടച്ചു അലാ സൂറത്തിഹി, ആദം നബിയുടെ കോലത്തിൽ പടച്ചു എന്നതിന് പകരം അള്ളാഹുവിൻ്റെ കോലത്തിൽ പടച്ചു. തൂലുഹു 60 ദിറാഅൻ, അള്ളാഹ്ക്ക് 60 മുഴം നീളമാണ് എന്നർത്ഥം വെച്ച പുത്തൻവാദികൾ ഉണ്ട്. അവർ പിഴച്ചവരും ദീനിൽ നിന്ന് അകന്നുപോയവരും വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരും ആണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അള്ളാഹുവിനങ്ങനെ രൂപം വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിന് നീളവും വീതിയും പറയാൻ പാടില്ല. ഭാഗമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു തആല അവൻ്റെ ഒരു സിഫത്താണ്, നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചതാണ്, മുഖാലഫത്തുൽ ഹവാദിസ്, എല്ലാ സൃഷ്ടികളോടും വ്യത്യസ്തമായവനാണവൻ. കുല്ലുമാ ഖതറ ബിബാലിക ഫല്ലാഹു സുബ്ഹാനഹു വതആല അലാ ഖിലാഫി ദാലിക്, നിന്റെ മനസ്സിൽ എന്തുദിച്ചു വന്നാലും അല്ലാഹു അതിനെല്ലാം വിരുദ്ധമാണ്. ഒരിക്കലും നിന്റെ മനസ്സിൽ അല്ലാഹുവിനെ ഒരു നിലക്കും രൂപപ്പെടുത്താൻ സാധ്യമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിങ്ങനെയുള്ള ആയത്തുകളിലൂടെ ആ ഒരു യാഥാർത്ഥ്യം നമ്മെ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് വിശ്വസിക്കാത്തവരാണ് ഇന്നത്തെ സലഫികളും അതുപോലെ പല പുത്തൻവാദികളും. അത് വിശ്വസിക്കാത്തവരാണ്. അതുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവിന് കൈയുണ്ടെന്നും കാലുണ്ടെന്നും അതുപോലെ തുടങ്ങിയിട്ടുള്ള പിഴച്ച വിശ്വാസങ്ങളൊക്കെ വന്നത്. അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അവർ വളരെ അകന്നു പോയതിൻ്റെ പേരിലാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബഹുമാനം അല്ലാഹു തആല മലക്കുകളെ ബോധ്യപ്പെടുത്തിയത് 60 മുഴം നീളമുണ്ട് എന്നത് കാണിച്ചുകൊണ്ടല്ല, മറിച്ച് ഇൽമു പഠിപ്പിച്ചു കൊടുത്ത് ഇൽമു കൊണ്ടാണ് ആദം നബിയുടെ ബഹുമാനം ബോധ്യപ്പെടുത്തിയത്. ഒരു മനുഷ്യന്റെ ബഹുമാനം അറിവ് കൊണ്ടാണ്. അറിവ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി അൽ ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളുടെ മഹത്വം അറിവായിരുന്നു, ഇൽമായിരുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുത്ബ് സബാന സയ്യിദ് അൽവിൽ മംബുറമി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്, അവരുടെ ബഹുമാനം അറിവായിരുന്നു. അറിവുള്ളതോടുകൂടി തന്നെ അറിവനുസരിച്ച് ജീവിക്കാൻ കഴിയുക, അതൊരു വലിയ വിഷയമാണ്. അങ്ങനെ അറിവനുസരിച്ച് ജീവിക്കുക എന്നതിൽ നിഷ്കർഷത പാലിച്ച മഹാന്മാരായിരുന്നു അവരും നമ്മുടെ മുൻഗാമികളായ മുഴുവൻ മഹത്തുക്കളും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു ചാവക്കാട് ജയിലിൽ കിടക്കുന്നു. എന്തിന്? കളവ് നടത്തിയതിൻ്റെ പേരിലല്ല, കള്ളു കുടിച്ചതിൻ്റെ പേരിലല്ല, ആരെങ്കിലും ദ്രോഹിച്ചതിൻ്റെ പേരിലല്ല, മറിച്ച്
ഞങ്ങളുടെ രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ നികുതി പിരിക്കാൻ അന്യനാട്ടിൽ നിന്ന് വന്ന നിങ്ങൾക്ക് അധികാരമില്ലെന്ന് വിദേശത്ത് നിന്ന് വന്ന് നമ്മുടെ രാജ്യം കൈയടക്കിയ വിദേശികളോട് മുഖത്ത് നോക്കി പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നികുതി തരില്ല എന്ന് പറയുകയും അതിനെ അംഗീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ നെഞ്ഞൂക്കോടുകൂടെ സംസാരിച്ചതിൻ്റെ പേരിൽ മിർഖാദി റളിയല്ലാഹു അൻഹു ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ അച്ചടക്കത്തോടെ പോകുകയാണ്. തീവ്രവാദവും ഭീകരവാദവും ഒന്നും മിർഖാദി റളിയല്ലാഹു അൻഹുവിന് പരിചയമില്ല. ബഹുമാനപ്പെട്ടവരെ അവിടെ കോടതിയിൽ ഹാജരാക്കി, തൊക്കിടിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യുന്നത് അറിഞ്ഞു വന്ന ആയിരക്കണക്കിന് സ്നേഹജനങ്ങളുണ്ട്. അവരോട് പറയുന്നു, നിങ്ങളെല്ലാം അച്ചടക്കത്തോടെ പിരിഞ്ഞു പോകണം, യാതൊരു കുഴപ്പവും സൃഷ്ടിക്കാൻ പാടില്ല. എല്ലാവരെയും തിരിച്ചയച്ച് മഹാനവറുകൾ ജയിലിലേക്ക് പോകുന്നു. ആ ജയിലിൽ രാത്രി സമയത്ത് മഹാനവറുകൾ ജയിലിന്റെ വാതിലിന് പോയി മുട്ടുന്നു. പോലീസുകാർ വന്ന് എന്താണ് മുസ്ലിയാരെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ മിർഖാദി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വുളു എടുക്കാൻ വെള്ളം വേണം, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരം സുന്നത്താണെന്ന് പഠിച്ചവരാണ് നമ്മൾ പലരും. പക്ഷേ നമ്മളിൽ പലരും അത് നിസ്കരിക്കുന്ന കാര്യത്തിൽ പിന്നിലാണ്. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു കാര്യം പഠിച്ചാൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അറിവ് കൂടുതലായി നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുക, അല്ലാഹു വിരോധിച്ചതൊഴിക്കുക. ഹൃദയത്തിൽ അഹങ്കാരമോ അസൂയയോ വിദ്വേഷമോ വൈരാഗ്യമോ അനാവശ്യ ചിന്തകളോ ഇല്ലാതെ ഹൃദയം ശുദ്ധീകരിക്കുക. അല്ലാഹു കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കുക, അതേ വിരോധിച്ചതൊക്കെ കൈയൊഴിക്കുക. ഇത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഇൽമു തരും. വേറെ ഗുരുനാഥനില്ലാതെ തന്നെ അല്ലാഹു തആല പല ഇൽമും തന്നുകൊണ്ടേയിരിക്കും. സുഹൃത്തുക്കളെ, ആ നിലക്ക് പഠിച്ചതനുസരിച്ച് തന്നെ ജീവിതം നയിക്കുക എന്നതായിരുന്നു ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ രീതി. കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉസ്താദാണ്. മഹാനവറുകളിൽ നിന്ന് അതേ മഹത്തായ ഒരു ത്വരീഖത്തിന്റെ വഴിയിൽ ചൊല്ലപ്പെടാറുള്ള ദിക്റിന് സമ്മതം കിട്ടണം. ആ സമ്മതം കിട്ടാൻ വേണ്ടി ഉസ്താദ് വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നാലെ നടന്നു. വീട്ടിൻ്റെ മുറ്റത്തെത്തിയിട്ട്, ഉമറേ നിങ്ങളെന്തിനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ത്വരീഖത്തിൽ ചൊല്ലേണ്ട ദിക്ർ അതവിടുന്ന് പറഞ്ഞു തന്ന് എന്നെയും ആ ത്വരീഖത്തിൽ ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇന്നത്തതുപോലെ മുക്കിന് അതേ കാണുന്ന കടല വറുക്കുന്ന വണ്ടി പോലെ ത്വരീഖത്തിന്റെ കച്ചവടം ചെയ്യുന്ന കാലമല്ലത്. മറിച്ച് മഹാന്മാരുടെ വഴി, ആ മഹാന്മാരെ കൃത്യമായി പിന്തുടരുന്ന ആളുകൾ, അവര് നല്ല അറിവ് നേടിയതിന് ശേഷം ആ മഹാന്മാരുടെ വഴിയിൽ ചേരാൻ വേണ്ടി അവരെക്കാൾ വിവരവും മഹത്വവുമുള്ള ഗുരുനാഥന്മാരിൽ നിന്ന് അതിൻ്റെ വഴി സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അത് ആവശ്യപ്പെട്ടപ്പോൾ
മമ്മിക്കുട്ടിക്കാലി റഹിമഹുല്ല പറഞ്ഞു, ഉമർ ഇവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. മമ്മിക്കുട്ടിക്കാലി റഹിമഹുല്ല വീട്ടിലേക്ക് കയറിപ്പോയി. ഉമർ ഖാലി ഒരേ നൃത്തം അവിടെ നിന്നു. നേരം വെളുക്കുന്നത് വരെ നിന്നു. ഇശായിൻ്റെ ശേഷം കയറിപ്പോയതാണ്. സുബഹിൻ്റെ ഏകദേശം അടുത്ത സമയം വരെ നിന്നു. സുബഹി അടുത്ത സമയമായപ്പോൾ മമ്മിക്കുട്ടി ഖാലി റഹിമഹുല്ല വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാണുന്നത് ശിഷ്യനായ ഉമർ ഖാലി ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ട്. എന്താ ഉമറേ നിങ്ങളിവിടെ നിൽക്കുന്നത്? ഉസ്താദ് എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല, കിടന്നിട്ടില്ല. നൃത്തമാണ് ഇവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അപ്പുറവും ഇപ്പുറവും കാലെടുത്ത് വെച്ചിട്ടില്ല. ഒരേ നൃത്തം ഇവിടെ തന്നെ നിൽക്കുകയാണ്. എനിക്കവിടുന്ന് ദിക്ർ ചൊല്ലിത്തരണം. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, നിനക്കിത് പറഞ്ഞു തരാനുള്ള യോഗ്യതയുണ്ടെന്ന് തെളിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു തരാം. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ ഉപദേശം 100% ഉൾക്കൊണ്ട് ജീവിച്ചു വന്ന ഉമർ ഖാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് അതേ സുന്നത്ത് നിസ്കാരമൊന്നും കൈയൊഴിക്കുന്നില്ല, ഹറാമുകൾ കറാഹത്തുകളൊന്നും ചെയ്യുന്നില്ല. ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അള്ളാഹു പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ജീവിതം നയിക്കുമ്പോഴാണ് ഈ ബ്രിട്ടീഷുകാർക്ക് ഞാൻ ഈ പണം കൊടുത്താൽ പടച്ചവൻ്റെ അടുക്കൽ കുറ്റക്കാരനാകുമോ എന്ന ഭയം കാരണത്താൽ ജയിലിലേക്ക് പോകാൻ തയ്യാറായത്. ആ ജയിലിൽ കിടക്കുന്ന സമയത്താണ് വാതിലിന് രാത്രി പോയി പാതിരക്ക് മുട്ടിയപ്പോ പോലീസുകാർ കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞതാണ്, എനിക്ക് ഒതുവെടുക്കാൻ വെള്ളം വേണം. പോലീസുകാർ വെള്ളം കൊണ്ട് കൊടുത്തു. ആ വെള്ളമെടുത്തു, ഒതുവെടുത്തു. മഹാനവറുകൾ നിസ്കരിക്കാൻ എഴുന്നേറ്റു. പോലീസുകാർ ജയിലിൻ്റെ വാതിൽ പൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ജയില് തുറന്നു നോക്കുമ്പോൾ ഉമർ ഖാലിയെ ജയിലിൽ കാണുന്നില്ല. വാതിലിൻ്റെ പൂട്ടൊന്നും തുറന്നിട്ടുമില്ല. ഉമർ ഖാലിയെ റൂമിൽ കാണുന്നുമില്ല, ജയിലിൽ കാണുന്നില്ല. പോലീസുകാർ ആകയാൽ അമ്പരന്ന് പോവുകയാണ്. അതിൻ്റെ പുറമേ ഭയന്ന് വിറക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. ഇനി എന്തായിരിക്കും ശിക്ഷ? അതേ ജയിൽ പുള്ളിയല്ലേ കാണാതെ സ്ഥലം വിട്ടിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഉമർ ഖാലി റളിയല്ലാഹു അൻഹു എങ്ങനെ പുറത്തുപോയി എന്നതിൻ്റെ മറുപടി അത് കറാമത്തിലൂടെ മറുത്തുപോയി എന്നതാണ്. കറാമത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ മുത്തഖീകളായ അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ മുത്തഖീകളായ അടിമകൾക്ക് അവൻ നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്തെന്ന് പറയുന്നത്. സാധാരണ നിൽക്കാ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ വകുപ്പില്ല. പക്ഷേ കറാമത്തുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറയുന്നത് അസാധാരണ സംഭവമാണല്ലോ, സാധാരണ സംഭവം അല്ലല്ലോ. സാധാരണ സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു തആല ആ ജയിലിൽ നിന്ന് പുറത്തു പോകാൻ മഹാനവറുകൾക്ക് കഴിവ് കൊടുത്തു. അതെങ്ങനെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നല്ല ഒരു മാങ്ങ, ആ മാങ്ങ തോല് ചെത്തി അത് കത്തി കൊണ്ട് അരിഞ്ഞു നോക്കുമ്പോൾ അതിനൊരു ഉള്ളിൽ ഒരു പരിപ്പ് കാണുകയാണ്, അണ്ടി കാണുകയാണ്.
അതൊന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്നൊരു വണ്ട് പറന്നു പോവുകയാണ്. ഈ വണ്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ എത്തി എന്നതിന് എന്താണ് മറുപടി? ഒരു പാറ പൊട്ടിച്ചു നോക്കുമ്പോൾ ആ പാറയുടെ ഉള്ളിൽ വെള്ളം കാണുകയാണ്. അതിലൊരു തവളയും ഇരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് മറുപടി? സുബ്ഹാനല്ലാഹ്. വളരെ ചെറിയ സമയത്ത് നമ്മൾ ഒരു മച്ചിങ്ങ വെളിച്ചിൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, തേങ്ങയാകുന്നതിന് മുമ്പുള്ള ചെറിയ ആ വസ്തു, അത് പിളർന്നു നോക്കുമ്പോൾ അതിലൊരിറ്റ് വെള്ളവുമില്ല. കുറേ കഴിഞ്ഞിട്ട് അത് വലുതായി ഒരു ഇളനിറായതിന് ശേഷം അതൊന്ന് പിളർന്നു നോക്കുമ്പോൾ അതില്ലതാ ലിറ്റർ കണക്കിന് നല്ല മധുരമുള്ള വെള്ളമെത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ എവിടെയെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട മഹാന്മാർക്ക് അവൻ നൽകുന്നതാണ് അത്ഭുതങ്ങളായ ഇത്തരം കാര്യങ്ങൾ കറാമത്ത് എന്ന പേരിലുള്ളത്. എന്നാൽ ചില കള്ളന്മാർക്കും ചില അത്ഭുതങ്ങൾ ഉണ്ടാവും. അത് കറാമത്താണെന്ന് വിചാരിച്ചൂടാ. കറാമത്താകണമെങ്കിൽ അത് നല്ല തഖ്വയുള്ള മഹാന്മാരിൽ നിന്നുണ്ടാകുമ്പോഴേ അതിന് കറാമത്ത് എന്ന് പറയൂ. അല്ലെങ്കിൽ അതിൻ്റെ പേര് സിഹർ, ഇസ്തിദ്റാജ്, അതുപോലെ ഇഹാനത്ത്, അങ്ങനെ വേറെ പല പേരുകളും അതിനുണ്ട്. മഹാന്മാരായ താബിഈങ്ങളും സഹാബികളുമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഹാരിസ് ഇബ്നു അബ്ദുല്ലാഹ്. അവനെ നല്ല ഇരുമ്പിന്റെ ചങ്ങല കൊണ്ട് ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ മെല്ലെ കൈയൊന്നിങ്ങനെ നനക്കിയാൽ എല്ലാ ഇരുമ്പും കഴിഞ്ഞു പോകും. ഇരുമ്പൊക്കെ അഴിഞ്ഞഴിഞ്ഞങ്ങ് പോകും. അവൻ്റെ ഒരു അത്ഭുതമായിരുന്നു. അവനൊരു സ്ഥലത്ത് പോയിട്ട് ഒരു മാർബിളിന് ഒന്നിങ്ങനെ മുട്ടിയാൽ എല്ലാ മാർബിളും ഒന്നിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി മാർബിൾ തസ്ബീഹ് ചൊല്ലുന്നത് അവരൊക്കെ എല്ലാവരും കേൾക്കും. ഇങ്ങനെയൊക്കെ അത്ഭുതം കാണിച്ച ഒരു വലിയ ഹമുക്കുണ്ടായിരുന്നു. വലിയ ഒരു ദജ്ജാല്. ആളുകളെ കബളിപ്പിക്കുന്നവർക്കാണ് ദജ്ജാല് എന്ന് പറയാൻ. വലിയ ദജ്ജാല് വലിയ കബളിപ്പിക്കുന്നവനാണ്. അത് പിന്നെ വരും. ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തു. അവൻ പലരെയും അത്ഭുതം കാണിച്ച് പിഴപ്പിച്ചു കളയുന്നു. അങ്ങനെ അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ വേണ്ടി ഓർഡർ ചെയ്തു ഭരണാധികാരി. കുന്തം കൊണ്ട് ഒരൊറ്റ കുത്തു കൊടുത്തപ്പോ കുന്തം വളഞ്ഞുപോയി. അവനൊന്നും സംഭവിച്ചില്ല. ഇരുമ്പിന്റെ വലിയ കുന്തം അതങ്ങനെ തന്നെ വളഞ്ഞുപോയി, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്തു കുത്തുന്ന മനുഷ്യനോട്, ഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് കുത്തടോ. അത് ശൈത്താനാണ്. ശൈത്താനിന് ദിക്റിനെ നേരിടാൻ കഴിയില്ല. അവനെ ബിസ്മിയൊല്ലി കുത്തു എന്ന് പറഞ്ഞു. ബിസ്മിയൊല്ലി ഒരൊറ്റ കുത്തു കൊടുത്തപ്പോ അങ്ങനെ ഓട്ടയായി, ശരീരം ഓട്ടയായി, തുളഞ്ഞു കയറി ചത്തുപോയി അവൻ. ഇങ്ങനൊരു സംഭവം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പൊ ശൈത്താൻ അവന്റെ സേവ മുഖേന ഇവിടെ പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കുന്നവരുണ്ടാകും. അതൊന്നും കറാമത്താണ് എന്ന് വിചാരിക്കരുത്. കറാമത്താകണമെങ്കിൽ നല്ല ഈമാനും തഖ്വയും ഉള്ളവരിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങളാണ്, അസാധാരണ സംഭവമാണ് കറാമത്ത്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ദുഹാ നിസ്കരിക്കുകയാണ്. തലേ ദിവസം ജയിലിലായിരുന്നു. അവിടുന്ന് ഇറങ്ങി വന്നിങ്ങനെ നടന്ന് മഹാനവറിൽ കോടഞ്ചേരി പള്ളി, അത് വെളിയങ്കോടിൻ്റെ തൊട്ടടുത്ത പ്രദേശത്താണ്. കോടഞ്ചേരിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് പറഞ്ഞു, മോനെ, നീ അവിടെ ചാവക്കാട് പോയി പോലീസുകാരോട് പറയണം, പേടിക്കണ്ട,
അവരെ ജോലി പോയി പോകണ്ട, ഞാനിവിടുന്ന് നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. ഉമർഖാദി തന്നെ ആളെ പറഞ്ഞയച്ചു. സുഹൃത്തുക്കളെ, ആ ഉമർഖാദി റളിയല്ലാഹു അൻഹു നിങ്ങൾ നോക്കൂ, ഒരു ഫർളും കൈയൊഴിച്ചില്ലെന്ന് മാത്രമല്ല, ജയിലിൽ കിടക്കുമ്പോഴും തഹജ്ജുദ് നിസ്കാരം കൈയൊഴിച്ചില്ല. ആ രൂപത്തിൽ ഫർളും സുന്നത്തും ജീവിതത്തിലെടുത്ത് ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു തആല മഹാനവറുകൾക്ക് ഒരുപാട് കറാമത്തുകൾ നൽകി. ചാവക്കാടിനടുത്ത് വെന്മേനാട് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്. ആ വെന്മേനാട് ബഹുമാനപ്പെട്ടവർ വന്ന് പള്ളി കയറാൻ നോക്കുമ്പോൾ അവിടെ ഖബർസ്ഥാനിൽ ഖബർ കുഴിക്കുന്നുണ്ട്. ആർക്കാ ഖബർ കുഴിക്കുന്നത്? അത് ഹൈദറൂസ് മരിച്ചുപോയി. ഹൈദറൂസ് ബഹുമാനപ്പെട്ടവരായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം പാമ്പ് കടിച്ച് മരിച്ചുപോയി. ഉടനെ പറഞ്ഞു, ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഖബർ കുഴിക്കണ്ട. എന്നിട്ട് പള്ളിയിലേക്ക് കടന്നു. പള്ളിയിൽ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഖാദിമ് കുഞ്ഞമ്മൂണ്ട്. കുഞ്ഞമ്മൂനെ വിളിച്ച്, മോനെ കുഞ്ഞമ്മൂ, ഹൈദറൂസിന്റെ വീട്ടിൽ പോയിട്ട് പറയണം, ഉമർഖാദി പള്ളിയിലുണ്ട്, ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഞാനിപ്പോൾ അങ്ങ് വരുമെന്ന് പറയണം. ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുക. ഒരു മനുഷ്യന് അല്ലാഹുവിൻ്റെ സഹായം കിട്ടാനുള്ള രണ്ട് വലിയ ഉപാധിയാണ്. ഒന്ന് ക്ഷമ, മറ്റൊന്ന് നിസ്കാരം. ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരുപാട് സഹായം അല്ലാഹു തരും. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ് ഒരു ശരിയായ മുതഅല്ലിമാകുന്നത്. റവാത്തിബ് സുന്നത്തും കൂടി നിസ്കരിക്കുമ്പോഴാണ് പടച്ചവനെ പേടിക്കുന്ന ഉഖറവിയായ മുതഅല്ലിമാകുന്നത്. സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കണം, സുന്നത്തായ അമലുകൾ നിർവഹിക്കണം. അതേ ക്ഷമ വേണം. പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഏറ്റവും ആവശ്യം ക്ഷമയാണ്. നാട്ടിൽ കല്യാണമുണ്ട്, അപ്പുറത്തതാ ഫുട്ബോൾ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അത് കളി കാണാൻ വേണ്ടി പലരും ചാനലിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട്. വേറെ ചിലരതാ അപ്പുറത്ത് വേറെ എന്തെല്ലോ രാഷ്ട്രീയ സമ്മേളനങ്ങളുണ്ട്, ഇലക്ഷൻ എടുത്ത സമയമാണ്, അവിടെയൊക്കെ പ്രസംഗം നടക്കുന്നുണ്ട്, അതുപോലെ പ്രകടനം നടക്കുന്നുണ്ട്. അതൊന്നും തിരിഞ്ഞു നോക്കാതെ എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, നിങ്ങൾ നല്ല ക്ഷമയോടുകൂടെ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഇറങ്ങിയവരാണ്. നല്ല ക്ഷമയോടെ ഓതിപ്പഠിക്കുന്ന കിതാബുകൾ നന്നായി മനസ്സിലാക്കണം. ദുന്യാവിനുള്ള സ്ഥാനത്തിൻ്റെയോ ദുന്യാവിൻ്റെ ചിന്തയിലോ ദുന്യാവിൻ്റെ ആഡംബരങ്ങളിലോ വിട്ടുപോകരുത്. മങ്കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. അതിന് പകരം ഈ ദുന്യാവിലുള്ള സ്ഥാനമോ ദുന്യാവിലുള്ള ആഡംബരമോ ദുന്യാവിൽ ജനങ്ങൾ ആദരിക്കലോ ബഹുമാനിക്കലോ കാര്യലാഭം കിട്ടലോ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. നമ്മൾ ഉദ്ദേശിച്ചവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ദുനിയാവിൽ കൊടുത്തു എന്ന് വരും. പക്ഷേ സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഊറാ. പിന്നീട് ജഹന്നമാകുന്ന നരകത്തിൽ നമ്മളെ അവന് ആക്കും. ജഹന്നമിനെ അവനുള്ള സങ്കേതമാക്കും. അവിടെ അവൻ ആക്ഷേപാർഹനായി നിന്ദ്യനായി നരകത്തിൽ കടക്കേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പല സ്ത്രീകളും തലമറക്കാതെ നടക്കുന്നു. തലയിലിനി തട്ടമിടുകയാണെങ്കിൽ തന്നെ തലയുടെ പകുതി മുതൽക്കങ്ങോട്ട് മാത്രം മറക്കുന്നു. മാറ് മറക്കാതെ നടക്കുന്നു. കൈത്തണ്ട കാണിച്ച് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്.
ഇലക്ഷൻ സമയത്തൊക്കെ റോട്ടുമ്മലിറങ്ങി സ്ത്രീകൾ മേൽപോട്ട് തുള്ളുന്നു, അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കുന്നു, അന്യപുരുഷന്മാരുമായി തൊട്ടുരുമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു. ഇന്നാലില്ല, അവിടുന്നെല്ലാം പോയി. ഇപ്പോൾ പരിഷ്കാരത്തിൻ്റെ പേരിൽ സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോൾ വിശദീകരിച്ച് പറയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഉസ്താദേ എന്തൊക്കെയാ നടക്കുന്നത്? സ്വന്തം കുടുംബത്തിലുള്ള അമ്മാമൻ്റെ മക്കൾ, ആൺമക്കൾ, 25-30 വയസ്സുള്ള ആൺമക്കൾ, അതേപോലെ തന്നെ ഈ അമ്മാമൻ്റെ പെങ്ങളുടെ മക്കൾ, ജ്യേഷ്ഠത്തി അനുജത്തിമാരുടെ മക്കൾ, കുടുംബത്തിലുള്ള മക്കൾ, ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് ടൂറ് പോവുകയാണ്, തൊട്ടടുത്തിരിക്കുകയാണ്. പരസ്പരം ഭക്ഷണം, അതാ അന്യ സ്ത്രീ അന്യപുരുഷന്, ഇതെല്ലാം അന്യ സ്ത്രീ പുരുഷന്മാരാണ്. ജ്യേഷ്ഠത്തിയും അനുജത്തിയുടെയും മക്കൾ തമ്മിൽ കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. ആങ്ങളുടെയും പെങ്ങളുടെയും മക്കൾ തമ്മിൽ കാണാനും തൊടാനും പറ്റില്ല. അന്യപുരുഷന്മാരുടെ അതേ നിയമമാണ്. ഭർത്താവിൻ്റെ അനുജനും ജ്യേഷ്ഠനുമൊക്കെ അന്യപുരുഷൻ്റെ നിയമമാണ്. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തി ഒന്നിച്ച് ടൂറ് പോവുകയാണ്. വയനാട്ടിൽ പോയിട്ട് അവിടെ റൂം എടുക്കുകയാണ്, രാത്രിയിൽ അവിടെ കിടക്കുകയാണ്. നേരം വെളുത്തിട്ട് അവിടെ സ്വിമ്മിങ് പൂളിൽ ആണും പെണ്ണും ഒന്നിച്ച് കുളിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള എത്രയോ ഗൗരവമേറിയ തെറ്റുകൾ കുടുംബത്തിലൊക്കെ നടക്കുന്നു ഉസ്താദേ. പറഞ്ഞിട്ട് നടക്കുന്നില്ല, പറഞ്ഞാൽ നമ്മളെ ഒരു പഴഞ്ചനാക്കുകയാണ് എന്ന് ചില ആളുകൾ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വല്ലാത്തൊരു ആഖിർ സമാനിലാണ് നമ്മുടെ ജീവിതം. ഹറാമും ഹലാലുമില്ല. ആഖിറത്തിന് വേണ്ടി ക്ഷമിക്കാൻ ആരും തയ്യാറല്ല. ദുന്യാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന ചിന്തയാണ്. അള്ളാഹു പറയുന്നു, അങ്ങനെ ജീവിക്കുമ്പോൾ അതിനൊക്കെ സൗകര്യം പടച്ചവൻ ചിലപ്പോൾ ചെയ്തു തരും. ഇന്നാലില്ല, അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ, ടൂറിന് കൊണ്ടുപോകുന്ന കുടുംബത്തിൽ ബിരുദമെടുത്ത ചില മുസ്ലിംമാരുമുണ്ടെന്ന് വരെ ചില ആളുകൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ഇൽമ് പഠിക്കലെവിടെ, പഠിച്ച് ബിരുദമെടുക്കലെവിടെ, ഇൽമിൻ്റെ മഹത്വം എവിടെ, ഇൽമുമായുള്ള ജീവിതം എവിടെ? ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن. അതേ സമയത്ത് ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ദുനിയാവിൻ്റെ കാര്യലാഭമോ, ദുനിയാവിലുള്ള അടിച്ചുപൊളിയോ, ദുനിയാവിലുള്ള സ്ഥാനമാനമോ, ദുനിയാവിലുള്ള രസങ്ങളോ ചിന്തിക്കാതെ എനിക്ക് കഥാ തീരാത്ത കാലം പാരത്രിക ലോകത്തൊരു ജീവിതമുണ്ടല്ലോ, ആ ജീവിതം നഷ്ടപ്പെടുന്ന ഒന്നും ഇവിടെ ചെയ്തുകൂടല്ലോ എന്ന ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുന്നവർ, അതിനു വേണ്ടി അതിൻ്റെ അധ്വാനിക്കുന്നവർ, അതേ പള്ളിയിലിരുന്ന് കോളേജിലിരുന്ന് ഓതുന്ന കിതാബുകൾ മനപ്പാഠമാക്കുന്ന മക്കൾ, അതേ സർഫുൻ നഹ്വുമൊക്കെ നന്നായി അധ്വാനിച്ച് പഠിക്കുന്ന മക്കൾ, ഫത്ഹുൽ മുഈൻ ഓതുമ്പോൾ മസ്അലകളൊക്കെ ആവർത്തിച്ച് പാഠങ്ങൾ ആവർത്തിച്ച് ഓതി നോക്കുന്ന മക്കൾ, അങ്ങനെ അൽഫ്യ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്ന മക്കൾ, ഖുർആൻ ഓതാൻ സമയം കാണുന്ന മക്കൾ, ഹദ്ദാദ് ചൊല്ലാൻ സമയം കാണുന്ന മക്കൾ, വിർദുൽ ലത്തീഫ് ചൊല്ലാൻ സമയം കാണുന്ന മക്കൾ, അതേ ഉസ്താദ് നാട്ടിൽ പോയാലും നാട്ടിൽ പോയില്ലെങ്കിലും അച്ചടക്കത്തോടെ ജീവിക്കുന്ന മക്കൾ, ശരിയായ വിശ്വാസത്തോടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെന്റർ നടക്കുന്നു. അതിന് എൻ്റെ വീട്ടിൽ പെട്ടിവെച്ചു എന്ന് ഉറപ്പ് വരുത്തണം, തൊട്ടടുത്ത വീട്ടിൽ നിധിപ്പെട്ടി വെച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ കിതാബ്
ദർസ് നടക്കുമ്പോൾ നാട്ടു ദർസിൽ ഞാൻ പങ്കെടുത്തു എന്ന് ഉറപ്പ് വരുത്തണം. പങ്കെടുക്കാത്തവരെ അതിൽ പങ്കെടുപ്പിക്കണം. ഒക്കെ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹ് പറയുന്നു ഫൗലൈക കാന സഅയുഹും മസ്കൂറാ. അവരുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ അതിന് വലിയ പ്രതിഫലം പടച്ച റബ്ബ് നൽകുന്നുണ്ട് നബിയേ. ഉമർ ഖാദി റഹിമഹുല്ലാ അധ്വാനിച്ച് പഠിച്ച ആളാണ്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച ആളാണ്. ധൈര്യത്തിൽ പറയുന്നു, അതേ ഹൈദറൂസ് മരിച്ചിട്ടില്ല, കുഞ്ഞമ്മൂ നീ പോയിട്ട് വിവരം പറയണം. ഹൈദറൂസ് മരിച്ചിട്ടില്ല, ഞാൻ വരുന്നു എന്ന് പറയണം. ബഹുമാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് കുഞ്ഞമ്മ ഓടിപ്പോയി, ആവേശത്തോടെ ഓടിപ്പോയി. ഖാദിയാർ വരുന്നുണ്ട്, ഹൈദറൂസ് മരിച്ചിട്ടില്ല. മരിച്ചിട്ട് ഇങ്ങനെ കഫൻ ചെയ്ത നിലക്ക് കിടത്തിയ മയ്യിത്താണ്. ഉമർ ഖാദി റഹിമഹുല്ലാ പെട്ടെന്ന് വന്നത് കണ്ടപ്പോ, കുഞ്ഞമ്മോ നീ പോയിട്ടില്ല, നിന്നോട് പോകാൻ പറഞ്ഞിട്ട്? ഞാൻ പോയി വളരെ പെട്ടെന്ന് തിരിച്ചെത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഖാദി അല്ലാഹുവിന്റെ സന്തോഷത്തോടെ അങ്ങ് ചൊല്ലി, കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി സജഅനു യഖാഫു അബദൻ ജിന്നുൻ വശൈത്താനു. കുഞ്ഞമ്മു ഔലിയാക്കൾക്ക് ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. ശജഅനു നല്ല ധീരനാ. യഖാഫുഹു അബദൻ ജിന്നുൻ വശൈത്താനു. ജിന്നും ശൈത്താനും ഒക്കെ കുഞ്ഞമ്മൂനെ പേടിക്കും. മഹാന്മാരെ കൂടെ കൂടിയാൽ അങ്ങനെ അവരെ ജിന്നും ശൈത്താനും ഒക്കെ പേടിക്കും. കുഞ്ഞമ്മൂന് അറബി അറിയില്ല, ഈ വാചകത്തിന്റെ അർത്ഥം അറിയില്ല, ബൈത്തിന്റെ അർത്ഥം അറിയില്ല. കുഞ്ഞമ്മു മനസ്സിലാക്കി, ഖാദിയാർക്ക് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്നെ ജിന്നും ശൈത്താനും ഒന്ന് വിളിച്ചതാണ് എന്ന് മനസ്സിലാക്കി. ഖാദിയാരെ ഞാൻ പോയിട്ടുണ്ട്, എന്നെ ജിന്നും ശൈത്താനും ഒന്ന് വിളിക്കണ്ട. മോനെ ഞാൻ പറഞ്ഞതല്ല, നിന്നെ ജിന്നും ശൈത്താനൊക്കെ പേടിക്കുന്നാ പറഞ്ഞത്. ഉമർ ഖാദി റഹിമഹുല്ലാ വീട്ടിലേക്ക് പോയി, വെൺമേനാട് വീട്ടിൽ ചെന്ന് നേരെ ഹൈദറൂസിന്റെ സമീപത്തേക്ക് ചെന്ന് അവിടുന്ന് എന്തോ ഒന്ന് മന്ത്രിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ ഉമിനീര് തൊട്ട് പുരട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഹൈദറൂസിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോ നമ്മൾ പാടിപ്പുകുത്തുന്നതല്ലേ മുഹീദ്ദീൻ മാലയിൽ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ, കോഴിൻ്റെ മുള്ളോട് കുകന്ന് ചൊന്നാരെ കുശാത കൂക്കിപ്പറപ്പിച്ച് വിട്ടോവർ. അതേ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾക്ക് റബ്ബ് നൽകുന്ന കറാമത്ത്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വിളിക്കുമ്പോൾ ഹൈദറൂസ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഹൈദറൂസ് മരിച്ചിട്ടില്ല. ശരിക്കും അധ്വാനിച്ച് ഇൽമു പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ആരെയും അതാ ദീനിൻ്റെ കാര്യത്തിൽ വില വെക്കാതെ, ഏത് വ്യാജ ത്വരീഖത്തുകാർ വന്നാലും ഏത് ശൈഖ് വന്നാലും വ്യാജനാണെങ്കിൽ ശക്തിയായി എതിർത്തുകൊണ്ട്, അതേപോലെ സുന്നത്ത് ജമാഅത്ത് ഹഖ് ഹഖായി തുറന്നു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അവിടുത്തേക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകി. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിലുള്ള സ്ഥാപനമാണിത് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എൻ്റെ സാധാരണ പതിവിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ പ്രസംഗത്തിന് പോകാറില്ല, പൊതുപ്രസംഗത്തിന് പോകാറില്ല. നമ്മുടെ സംഘടനയുടെ അത്യാവശ്യ പരിപാടികൾക്ക് മാത്രമേ പോകാറുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്, കാരണം പറഞ്ഞ് നേരം പോക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്. ഇവിടെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഈ സ്ഥാപനം, അത് പ്രത്യേകിച്ചും ഒരു സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുരിക്കളവറുകളും മറ്റും വന്നപ്പോൾ ഇവിടെ ഒന്ന് വന്നു പോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ
ബറക്കത്തിനു വേണ്ടി ഏറ്റെടുത്ത ഒരു പരിപാടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദസ്സുകളും ഈ സദസ്സും കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല ദീനി ഖിദ്മത്തിന് അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകളും അവിടുത്തെ തഖ്വയും ബറക്കത്തിനു വേണ്ടി പറഞ്ഞതാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തഖ്വ ഏറ്റി തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയ പാപികളായിരിക്കും നമ്മൾ മഹ്ഫൂദീങ്ങളൊന്നുമല്ല. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും പല അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചവരായിരിക്കും, യാതൊരു സംശയവും ഇല്ല. ഈ സദസ്സിലൊരു പക്ഷേ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത പാപി ഞാനായിരിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണം റഹ്മാനെ. നമ്മളെല്ലാം വളരെ നല്ലവരാണ് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ആ ചിന്ത പലപ്പോഴും പാളിച്ചയാണ്. നമ്മൾ നല്ലവരാണെന്ന് ചിന്തിക്കണമെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്ത് നന്മയാണ് നമുക്ക് പറയാനുള്ളത്? ഒറ്റ കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ജനങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അസത്യമാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ജീവിതത്തിൽ വിമർശിച്ചിട്ടുള്ളൂ. അത് വേണമെങ്കിൽ പറയാം. മനഃപൂർവ്വം നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട് കളിച്ചിട്ടില്ല. വേറെ വല്ല വിഷയങ്ങളും എടുത്തു വെച്ചാൽ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിൽ ദുന്യാവിൻ്റെ പല ചിന്തകളും കൽബിൽ കടന്നു വന്നിട്ടുണ്ടാകാം. പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെയും വേണ്ടാത്ത വികാരങ്ങൾ വന്നിട്ടുണ്ടാകാം. പരിപൂർണമായ സൽക്കർമ്മം ചെയ്തവരാണെന്ന് പറയാൻ ഈ പാവപ്പെട്ട എന്നെ പോലുള്ളവർക്കൊരിക്കലും ധൈര്യപ്പെടാൻ വകുപ്പില്ല. എന്നാൽ തെറ്റുകളോ അള്ളാഹു വിരോധിച്ചത് പലതും ദുർബലരായ നമ്മളിൽ നിന്ന് പലപ്പോഴും ദുർബല നിമിഷങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അള്ളാഹു വിരോധിച്ചത് സംഭവിച്ചിട്ടുണ്ടാകാം. അവൻ വിരോധിച്ചത് ചെയ്തു പോയിട്ടുണ്ടാകാം. അവൻ കൽപ്പിച്ചത് പലതും വിട്ടുപോയിട്ടുണ്ടാകാം. അവൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആയിരക്കണക്കിന് സുന്നത്തുകൾ ജീവിതത്തിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം. കറാഹത്തും ഹറാമും ഒക്കെ പലതും സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അവിടെയെല്ലാം നമുക്ക് ഒരേ ഒരു പ്രതീക്ഷ, യജമാനനായ റബ്ബ് നമുക്ക് മാപ്പ് തന്ന് രക്ഷപ്പെടുത്തുമെന്ന അള്ളാഹുവിൻ്റെ മാപ്പിലും അവൻ്റെ മഗ്ഫിറത്തിലുമുള്ള പ്രതീക്ഷയല്ലാതെ നമ്മളെ അമൽ കൊണ്ട് രക്ഷപ്പെടുമെന്ന യാതൊരു ചിന്തയും നമ്മളെ ഖൽബിലുണ്ടാകാൻ വകുപ്പില്ല. സുഹൃത്തുക്കളെ, ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും അഹങ്കാരികളാകരുത്. ഞാനൊരു നല്ലവനാണ് എന്ന് ചിന്തിക്കരുത്. മറിച്ച് നമ്മളൊക്കെ ഒരുപാട് ന്യൂനതകളുള്ളവരാണ്. ഈ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് നമുക്ക് അവൻ്റെ മഹ്വായ ഫദ്ൽ കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി മരിപ്പിച്ച് സാലിഹീങ്ങളെ കൂടെ, ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കൂടെ, മമ്പറം തങ്ങളുടെ കൂടെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ, സൈനുദ്ദീനുൽ മഅ്ബരി തങ്ങളുടെ കൂടെ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ, അവരെല്ലാം ചെയ്ത സേവനങ്ങൾ എത്ര വലുതാണ്. ആ മഹാന്മാരെയൊക്കെ ഒരു ഭാഗത്ത് തള്ളി മാറ്റിയിട്ട് ഇപ്പോൾ എത്രയോ ആളുകൾ വളരെ പിഴച്ച വഴികളിലേക്ക് നീങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നവർ, അതേപോലെ തന്നെ സഹാബത്തിലുള്ള പലരെയും നിന്ദിച്ച് സംസാരിക്കുന്നവർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എത്ര സഹാബികളുണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ. അവരൊരു ഭാഗത്ത് മാറി നിന്ന സമയത്ത്, അലി റളിയല്ലാഹു അൻഹു മാറി നിന്ന സമയത്ത് അവരുടെ കൂടെ എത്ര സഹാബികളുണ്ട്. എന്തിനധികം പറയണം, എല്ലാ സഹാബികളും യോജിച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവരെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫയാവുകയും ഹസൻ റളിയല്ലാഹു അൻഹു സ്വന്തമായി തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഭരണം ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാ സഹാബികളും, അന്നുള്ള 10,000 സഹാബികൾ എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അംഗീകരിക്കുകയും
മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വകൾ സ്വീകരിക്കുകയും അവിടുത്തെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുകയല്ലേ ഉണ്ടായിട്ടുള്ളത് സഹാബികളുടെ ജീവിതത്തിൽ. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ പോലെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഹദീസുകൾ സ്വീകരിക്കുന്ന മുഹദ്ദിസുകളായ ഇമാമിയങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എത്ര ഹദീസുകളാണ് ഉദ്ധരിച്ചത്. അവിടുന്ന് പഠിപ്പിച്ചത് വലിയ ദീനിന്റെ ആശയമായി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി നമുക്കറിയാം, അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനും പക്ഷക്കാരനുമായിട്ട് പോലും മുആവിയ റളിയല്ലാഹു അൻഹു ഒറ്റ റകഅത്ത് കൊണ്ട് വിത്ർ നിസ്കരിക്കുന്നു എന്ന കംപ്ലൈന്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ വന്ന് പറഞ്ഞപ്പോ മിണ്ടിപ്പോകണ്ട, അദ്ദേഹം വലിയ മഹാപണ്ഡിതനാണ് എന്നല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. അങ്ങനത്തെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അറിവുകേടിന്റെ ആഴം കൊണ്ട് കുറ്റം പറയുന്നവരുണ്ട്. അതുപോലെ മഹാന്മാരായ സഹാബികളെ താഴ്ത്തിപ്പറയുന്നവരുണ്ട്. അവരൊക്കെ അവരുടെ ആഖിറത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഭയപ്പെടേണ്ടതുണ്ട്, യാതൊരു സംശയവും ഇല്ല. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പോലുള്ള മഹാന്മാർ, അങ്ങനെ ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലുള്ള മഹാന്മാർ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പോലെ മഹാന്മാർ, മുഴുവൻ ആളുകളും എല്ലാ ഇമാമിയങ്ങളും ഒരാൾക്കും തർക്കമില്ലാതെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കുല്ലുഹും ഉദൂൽ, എല്ലാ സഹാബികളും സത്യത്തിലാണ്, എല്ലാവരും മഅ്ജൂരീങ്ങളാണ്, അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വർഗ്ഗം ലഭിക്കുന്നവരാണ്. ഒരു സഹാബിയെയും ഒരു ചെറിയ ഒരു സായിബത്ത്, ഇമാം ഇബ്നു ഹജർ തങ്ങളെ വാക്ക് കടമെടുത്താൽ, ഒരു നഖ്സിന്റെ ഒരു ന്യൂനതയുടെ ഒരു സായിബത്ത്, ഒരു ചെറിയ ശകലം പോലും മനസ്സിൽ, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ സഹാബികളെ കുറിച്ചുണ്ടാകാൻ പാടില്ല. ആ സഹാബത്തിനെ പിന്തുടർന്നവർക്ക് സ്വർഗമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും പരിപാടികൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതെ, തങ്ങളോട് വേഗം വരാൻ പറഞ്ഞ് ഞാൻ നിർത്തി. അല്ലാഹു തആല സ്ഥാപനത്തിന് ബിൽഡിംഗ് നിർമ്മാണമുണ്ട്, പള്ളിൻ്റെ ഭാഗം എടുക്കാനൊക്കെ ഉണ്ട്, മെറ്റൽ, കമ്പി, സിമെൻറ്റ് തുടങ്ങിയ പല സാധനങ്ങളും വേണം. ഇൻഷാ അല്ലാഹ് തങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും കൊടുക്കണം. തങ്ങന്മാർ ചോദിച്ചാലേ കൂടുതൽ കിട്ടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ ചോദിക്കും. തങ്ങന്മാരെ പ്രത്യേകിച്ച് തങ്ങന്മാരാകുമ്പോൾ അവർ തന്ന ഹദിയയും മടക്കാൻ പറ്റില്ല, അവർ ചോദിച്ചാലും മടക്കാൻ പറ്റില്ല. തങ്ങന്മാർക്ക് വലിയ ആദരവ് നൽകലാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല സഹായം ചെയ്തു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അഹ്ലു ബൈത്തിനെയും സഹാബത്തിനെയും അതുപോലെ കഴിഞ്ഞുപോയ മുഴുവൻ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും ആലിമീങ്ങളെയും നമ്മുടെ ഉസ്താദുമാരെയും എല്ലാവരെയും ആദരിച്ച് രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പലരും ഇവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ തന്നവരുണ്ട്. അവരുടെയും നമ്മുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി തരട്ടെ. ഭക്ഷണ വിതരണമടക്കം തങ്ങളുടെ ദുആ അടക്കം പല പരിപാടിയും നടക്കാണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ. എനിക്കെത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പോകുന്നത് കണ്ടിട്ട് നിങ്ങളാരും പോകണ്ട. നിങ്ങൾക്ക് പോകൽ ചിലപ്പോൾ ജായിസാവില്ല, എനിക്ക് പോകൽ ജായിസാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.